ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖമായി ശുഭമായും ഇരിക്കുന്നുവെന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലെ നിങ്ങളുടെ ഈ ഞങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ തീർച്ചയായും ഞങ്ങളത് വായിക്കുകയും ദൈവസഭയിലെ പ്രിയപ്പെട്ടവർ പ്രത്യേക സമയം കണ്ടെത്തി ആ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നുള്ളത് ഞാൻ അറിയിക്കട്ടെ. സെക്കറിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവ പൈതലേ, എൻ്റെ ദൈവം നിനക്ക് ചുറ്റും ഒരു തീമതിലായി ഇരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബക്കാർ, നിന്റെ രക്തബന്ധങ്ങൾ, ബന്ധുക്കൾ, സ്വന്തക്കൾ, ചാർച്ചക്കാർ, കൂട്ടുകാർ, സഭാ വിശ്വാസികൾ, പാസ്റ്റർമാർ, ആരുമാകട്ടെ, നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നത്, ആരെല്ലാം നിന്നെ തള്ളിയാലും, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരോ നിന്നെ തള്ളട്ടെ, ദൈവം ഇന്ന് പകൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്: ഞാൻ നിനക്ക് ചുറ്റും ഒരു തീമതിലായി വെളിപ്പെട്ടു വരും. അത് മാത്രമല്ല, അതിൻ്റെ നടുവിൽ ഞാൻ നിനക്കൊരു മഹത്വമായി ഇറങ്ങി വരും. ആയതിനാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽ നീ ക്ഷണിക്കുക, പരിശുദ്ധാത്മാവിനെ നീ ക്ഷണിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു തീമതിലായി നിനക്ക് ചുറ്റും വെളിപ്പെട്ടു വരും. ഏത് രീതിയിലുള്ള സാത്താന്യ നെഗറ്റീവ് ശക്തികൾ, അതിൻ്റെ ഫീലിങ്സുകൾ, അതിൻ്റെ തന്ത്രങ്ങൾ നിനക്കെതിരെ കയറ്റിവിട്ടാലും ദൈവം നിനക്ക് തീമതിലായി നിനക്ക് ചുറ്റും ഇന്നു പകൽ വെളിപ്പെട്ടു വരികയാണ്. അത് മാത്രമല്ല, നടുവിൽ മഹത്വമായി വെളിപ്പെടും എന്ന് വിശ്വസിക്കുന്നുവോ? ഇന്ന് പകൽ നീ വിശ്വസിക്കുക, അത് സംഭവിക്കും. നിനക്കത് കാണത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം, അത് ടേസ്റ്റ് ചെയ്യത്തക്കവണ്ണം, സ്മെല്ല് ചെയ്യത്തക്കവണ്ണം ഇന്ന് പകൽ ദൈവം അത് ചെയ്യും. അതെ പ്രിയപ്പെട്ടവരെ, തീമതിലായി അതിന് നടുവിൽ മഹത്വമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.